കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എന്താണ് മനസ്സ്? എന്താണ് മനസ്സിന്റെ തലങ്ങൾ? അതാണ് നമ്മുടെ ചിന്താവിഷയം. എല്ലാവർക്കും വാഹനം ഓടിക്കാൻ അറിയുന്നവരാണ് ഭൂരിപക്ഷം പേരും. മിക്കവർക്കും വാഹനം ഓടിക്കാൻ അറിയാം. വാഹനം ഓടിക്കാൻ പഠിച്ചിരുന്ന പോലെ മനസ്സിനെ പറ്റി ചില കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ മനസ്സൊരു വാഹനമാണ്. ഒരു സൈക്കിളാണെന്ന് വിചാരിക്കുക. ആ സൈക്കിളിൽ കാറ്റ് പോയാൽ സൈക്കിൾ ഓടില്ല. അപ്പൊ സൈക്കിളിലെ കാറ്റ് നിറച്ച് അടിച്ചാലേ സൈക്കിൾ ഓടുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സും ഒരു സൈക്കിളോ ഒരു വാഹനമോ ഒക്കെയാണ്. വാഹനം ഓടിക്കാൻ അറിയുന്നവനെ പോലെ തന്നെ നമ്മുടെ മനസ്സ് ഓടിക്കാനും നമ്മൾ അറിയണം. വെറുതെ അതവിടെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, പോഷിപ്പിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു, കോസ്മെറ്റിക് ഒക്കെ തേക്കുന്നു, മുഖം ഭംഗിയാക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് മാത്രം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആ മനസ്സ് ഇങ്ങനെ തേഞ്ഞ് 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 അസുഖം വന്ന് മനസ്സിന് ഒരുപാട് രോഗങ്ങളൊക്കെ വന്ന് മനസ്സില്ലാതെയാവുന്നു, ശരീരം ഇല്ലാതെയാവുന്നു, നമ്മൾ രോഗാവസ്ഥ മോചിക്കുന്നു, മരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ഥിര നാശത്തിലേക്ക് പോകുന്നു. അതിനു മുൻപ് നമ്മൾ അറിയേണ്ടത്, വാഹനം ഓടിക്കാൻ പഠിക്കുന്ന പോലെ വാഹനം ഓടിക്കുന്നവനെ പോലെ തന്നെ മനസ്സിനെ ഓടിക്കാനും മനസ്സിനെ പ്രവർത്തിപ്പിക്കാനും നമ്മൾ പഠിക്കണം. ആ പഠിക്കും മനസ്സൊരു സമഗ്രതയാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സൊരു സമഗ്രതയാണ്. ആ മനസ്സിന് പല അർത്ഥങ്ങളുണ്ട്. മനസ്സെന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. അതിന് ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. ബോധ മനസ്സാണ് നമ്മളിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് കാണുന്ന പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കുന്ന സംഗതികള്. ഉപബോധ മനസ്സാണ് നമ്മൾ പണ്ട് പറയാറുള്ള പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സംഗതികള്. അത് അവിടെ എന്ത് ചെയ്യുന്നോ എങ്ങനെ ഇരിക്കുന്നോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മുടെ മനസ്സിന് ശരീരത്തിന് കൊടുക്കുന്ന ടോണിക്കുകളെ പോലെയും ശരീരത്തിന് കൊടുക്കുന്ന എക്സസൈസുകളെ പോലെയും ഉപബോധ മനസ്സിന് നമ്മൾ നിരന്തരം എക്സസൈസ് കൊടുക്കണം. നിരന്തരം കൊടുക്കുന്ന ബോധ മനസ്സിന് കൊടുക്കുന്ന എക്സസൈസാണ് മെഡിറ്റേഷൻ, ധ്യാനം. ഈ മെഡിറ്റേഷനും ധ്യാനത്തിലൂടെ അറിവാകുന്ന, ജ്ഞാനമാകുന്ന, ഈശ്വരീയമാകുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് ഇട്ടുകൊടുത്താൽ നമ്മുടെ മനസ്സെന്തായിരിക്കും? തീർച്ചയായിട്ടും അത് നല്ലൊരു തലത്തിലേക്ക് എത്തിപ്പെടും. അപ്പോ ഏത് ദിശയിലേക്കും ഒരു കോസ്മിക് എനർജി എന്ന് പറയുന്ന ഒരു പ്രാപഞ്ചിക ശക്തിയാണ് നമ്മുടെ ഉള്ളിലൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു പ്രപഞ്ച ശക്തിയാണ്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച ശക്തിയാണ്. ഈ പ്രപഞ്ച ശക്തിയാകുന്ന മനസ്സുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഉപബോധ മനസ്സിന്റെ ബാഹ്യ ലോകവുമായിട്ട് നമുക്ക് പൊരുത്തക്കേടുകൾ ഉണ്ടാവാമെങ്കിലും ഈ പൊരുത്തക്കേടുകളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാ? ഈ പ്രപഞ്ച ശക്തിയെ നമ്മൾ ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബോധ മനസ്സിന്റെ തലത്തിൽ നിന്ന് ഉപബോധ മനസ്സിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ചെയ്യുന്ന എല്ലാ പ്രക്രിയകളും ഈ തലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നല്ലതിനെ കാണുമ്പോൾ നല്ലതാണെന്ന് വിചാരിക്കുന്നു, ചീത്തയെ കാണുമ്പോൾ ചീത്തയാണെന്ന് വിചാരിക്കുന്നു. കാണുന്നതെല്ലാം ചീത്തയാണെന്ന് വിചാരിക്കുന്ന ഒരുത്തിന് സംഭവിക്കുന്നതെല്ലാം ചീത്തയായിരിക്കും. കാണുന്നതെല്ലാം നല്ലതാണ്, ഇത് എനിക്ക് നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്നവന് തീർച്ചയായിട്ടും അത് നന്മയിലേക്കേ വരുള്ളൂ. അപ്പോൾ എന്തും ഞാൻ ജയിക്കും, ഇതിൽ നിന്ന് ഞാൻ വിജയിക്കും, ഇതിൽ നിന്ന് ഞാൻ കരകയറും, ഇതിൽ നിന്ന് എനിക്ക് കരകയറാൻ സാധിച്ചു എന്ന് ചിന്തിക്കുന്നവൻ എന്നും തീർച്ചയായിട്ടും അവന് ജയിക്കാനേ നേരം ഉണ്ടാവുള്ളൂ, പരാജയപ്പെടാൻ നേരം ഉണ്ടാവില്ല. പരാജയം ജയത്തിന്റെ മുന്നോടിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പരാജയപ്പെട്ടവൻ അതിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത് എന്താണ്? ജയമാണ്. അപ്പൊ ആ പരാജയത്തെ മാറ്റി വെച്ചുകൊണ്ട് ജയം എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ജയം എന്ന ചിന്തയെ നമ്മുടെ മനസ്സിന്റെ തലത്തിൽ സൃഷ്ടിക്കുക. ആ തലത്തിൽ അങ്ങനെ ജയം എങ്ങനെ ആനന്ദത്തിൽ ആഹ്ലാദപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. ആ ജയത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടെ ജീവിത വിജയങ്ങളായിരിക്കണം. അങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിലെ ചിന്തകൾ മാത്രമേ ഒരേ സമയം നടക്കൂ. നമ്മുടെ ബോധ മനസ്സിൽ ഒരു ചിന്ത ഒരു സമയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് അതാണ് പറയുന്നത്, വണ്ടി ഓടിച്ചോണ്ട് ഫോൺ ചെയ്തുകൊണ്ട് ഫോൺ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ബോധ മനസ്സിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർ കണ്ടിട്ടുണ്ട്, ഒരേ വഴിയിൽ കൂടെ തന്നെ സ്ഥിരം പോകും. പക്ഷെ അയാളുടെ ബോധ മനസ്സിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഉപബോധ മനസ്സ് വണ്ടി ഇങ്ങനെ ഓടിച്ച് അതേ വഴിയിൽ കൂടെ തന്നെ അയാളെ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ്? ബോധ മനസ്സിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങും, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കും. പക്ഷെ ഉപബോധ മനസ്സ് പല കാര്യങ്ങളും പല പ്രവൃത്തികളും ഒരേ സമയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കൊടുക്കുന്ന ചിന്തകളെല്ലാം എന്തായിരിക്കണം? നമ്മുടെ മനസ്സിന്റെ തലത്തിലേക്ക് ഇറങ്ങുന്ന ചിന്തകളെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഒരു കാന്തിക സ്വഭാവമുള്ള ഒരു തലമാണ് നമ്മുടെ മനസ്സിന്റെ തലം. ആ കാന്തിക സ്വഭാവം എന്താണ്? ചുറ്റുപാട് കാണുന്ന ഭയങ്കര അപാര ശക്തിയുള്ള ഒരു കാന്തമാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ആ മനസ്സിന്റെ തലത്തിലേക്ക് വരുന്ന കാന്തിക പ്രഭാവമുള്ള ശക്തികള്, കാന്തിക പ്രഭാവമുള്ള ഊർജ്ജം തന്നെയായിരിക്കും. അപ്പൊ ആ ഊർജ്ജത്തെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ എന്തായിരിക്കണം? മാഗ്നറ്റിക് കാന്തത്തിനോട് ആകർഷിക്കുന്ന പോലെ പ്രപഞ്ചത്തിലുള്ള ഇതിനെയെല്ലാം നമ്മുടെ മനസ്സിന്റെ തലത്തിലേക്ക് ആകർഷിക്കണം. അത് കാന്തത്തിന്റെ ഒരു ആകർഷണ ശക്തി പോലെ. അപ്പോ അതുകൊണ്ട് അവിടെ ഭാഗ്യനിർഭാഗ്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകാം. ഈ ഭാഗ്യനിർഭാഗ്യങ്ങളും മിത്രവും ശത്രുവും എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മുടെ ശത്രുവും മിത്രവും ഒക്കെ ആദ്യം നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഞാനാണ് എൻ്റെ മനസ്സിന്റെ മിത്രം, ഞാനാണ് എൻ്റെ മനസ്സിന്റെ മിത്രം എന്ന്
പറയാൻ പറ്റാത്തവരൊരു കണ്ണാടി എടുക്കുക, ഒരു കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക, നിങ്ങളുടെ മുഖം ശരിക്കും ഒന്ന് മിനുക്കിയിട്ട് കണ്ണാടിയിൽ നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് കണ്ണാടിയോട് ചോദിക്കുക, കണ്ണാടിയാകുന്ന ബോധ മനസ്സാന്ന് വിചാരിക്കുക, അതിനോട് ചോദിക്കുക, ഞാൻ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയാണോ, എനിക്ക് ഇങ്ങനെ മതിയോ, എനിക്കൊരു പുതിയ മനുഷ്യനാവണ്ടേ, എന്റെ മനസ്സിന്റെ തലത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് വലിയ വലിയ തീവ്രമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾ ഒന്ന് അഭിനയിച്ചു നോക്കൂ. കുറച്ചു കാലം അഭിനയിച്ചു നോക്കൂ. 21 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരോ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കിയേ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും. ആ തീവ്രമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും. പണ്ട് ചെറുപ്പകാലത്തിൽ ഷാരൂഖ് ഖാൻ സിനിമ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് കളിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കളിച്ച് അയാൾ വലിയ സൂപ്പർ സ്റ്റാറായി. അതുപോലെ തന്നെ നമുക്കും പറ്റാത്തവർക്ക്, അങ്ങനെ സ്വയം നടക്കാനോ ഇറങ്ങാനോ പുറത്തേക്ക് ഇറങ്ങി ചെയ്യാനോ പറ്റാത്തവർക്ക് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ ബോധതലത്തിൽ നിന്ന്, മനസ്സിന്റെ തലത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ, അത് ഉയർന്ന ചിന്തകളാണെങ്കിൽ അതിനെ നിങ്ങൾ അഭിനയിച്ച് പഠിക്കുക, അഭിനയിച്ച് കാണിക്കുക. അങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ തലത്തിൽ നിന്ന് വരുന്ന ചിന്തകളുമായിട്ട്, തീവ്രമായ ആഗ്രഹങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ഒരു ഉന്നത വ്യക്തിയായി തീരാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ബോധതലത്തിൽ പറയുന്നത്.